2,000 years later. സോ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാണോ ഗെയിമിൻ്റെ പേരാണ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് സർവൈവൽ സീരീസിൻ്റെ പാർട്ട് 3 ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോയിലെ പാർട്ട് 1ഉം 2ഉം കണ്ടിട്ട് പാർട്ട് 3 കാണാൻ വരുവോളെന്ന് ഒരിക്കൽ കൂടെ പറയണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ എന്തിന് ഇവിടെ നടണമെന്ന്. അത് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ നടന്നതായിരിക്കും. പിന്നെ നമ്മളിന്ന് വന്നിരിക്കുന്നത് കേവിലോട്ട് പോകാനുള്ള ഒരു പ്ലാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് എന്തായാലും കേവിൽ പോയി മാക്സിമം അയണൊക്കെ മൈന് ചെയ്യണമെന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ പോണത് ഇന്ന്. അതിന് ഞാൻ എല്ലാ തയ്യാറെടുപ്പുകളും ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. നൈസിന് നമുക്ക് നേരെ ആ കേവിൻ്റെ അടുത്തോട്ട് പോവാം. അവിടെ അടുത്ത് നടന്നുകൊണ്ടാണ് ഇവൻ വാഴയാണ്. ഇതാ ഗൈസ്, നമ്മളെ കേവ് എത്തിപ്പോയിട്ടുണ്ട്. ഇതാണ് നമ്മളെ കേവ്. താഴോട്ട് ഇറങ്ങാം. ഇവന്മാരെന്താ ഇവിടെ ചെയ്യുന്നത്? അവിടെ അന്ന് സ്റ്റോൺ മൈൻ ചെയ്ത സ്ഥലമാണത്. ഇതാണ് സുഹൃത്തുക്കളെ, ഒരു പൂച്ച താഴോട്ട് ഇറങ്ങി പോകണം. ഇവിടെ ഫുൾ ഇരുട്ടാണ് ഗൈസ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ പോയി ഇനി ടോർച്ച് എടുത്തിട്ട് ഉണ്ടാക്കിയിട്ട് വരാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഗൈസ് ഇവിടെ കണ്ടോ, ഒന്നും കാണാൻ കഴിയുന്നില്ല ഗൈസ്. നമുക്ക് ഒരു ടോർച്ച് അത്യാവശ്യമാണ്. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പോയി ടോർച്ച് എടുത്തുകൊണ്ട് വരണം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, ഫൈനലി നമ്മൾ വീട്ടിൽ പോയിട്ട് ടോർച്ച് എടുത്ത് വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ടോർച്ച് ഇവിടെ കുത്തി വയ്ക്കാം. 5 എണ്ണേ ഉള്ളൂ. കാഴ്ചതാണ്ട് അയൺ കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അയൺ നൈസിന് പെട്ടെന്ന് മൈൻ ചെയ്യാം. ഇവിടെ അടുത്തായിട്ട് വലിയ കേവും കാലം കാണാനായിട്ടാണ്. അവിടെയൊക്കെ പോയി ഡയമണ്ടൊക്കെ മൈനിങ് ചെയ്യണം. 2 അയണാണ് നമ്മളെ കഞ്ഞി അയൺ കിട്ടിയിട്ടുണ്ട്. അവിടെയൊക്കെ ഇരുട്ട്. നമുക്ക് ഈ ടോർച്ച് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കണോ? നമുക്കിതാ ഈ ഒരു ഭാഗത്തോട്ട് പോവാം. അവിടോട്ട് വഴിയില്ലെന്നാണ് തോന്നുന്നത്. ഗൈസ്, ഇത് ലാഭ. ഇതിലോട്ട് വല്ലതും വീഴാണെങ്കിൽ നമ്മളെ കാര്യത്തിനൊരു തീരുമാനമാവും. അതിൽ ഇതുവരെ ചത്തിട്ടില്ല, ഇനിയും ചാവത്തില്ല ഗൈസ്. നാളെ നമുക്ക് കുറച്ച് കോള് കയ്യിൽ വെച്ചേക്കാം. ഇത് താഴെ പോയി. നമുക്കിതാ ഇവിടെ 3 ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് അങ്ങ് എൻ്റെ ബ്ലോക്ക് തറയിൽ പോയി ഗൈസ്. നമുക്കിത് ഇവിടെ പൊട്ടിക്കേണ്ട. ഇവിടെ 3 കല്ലുകൾ ഇങ്ങനെ വെക്കാം, എന്നിട്ട് നമുക്കിത് പൊട്ടിക്കാം. അത് ചുമ്മാ അവിടെ കൊണ്ട് വെച്ചേക്കാം. നമുക്ക് നൈസിനെ നമുക്ക് പൊട്ടിച്ചെടുക്കാം. പെട്ടെന്ന് പൊട്ടിക്കണം ഗൈസ്, അല്ലെങ്കിൽ സീനാവും. കുറച്ച് ലാഗുണ്ട് ഈ വേൾഡ്, അതാണൊരു പ്രശ്നം. ഇനി നൈസിനങ്ങോട്ട് താഴോട്ട് ഇറങ്ങാം. നമുക്ക് ട്രാറ്റിക്കൽ മൂവ്മെൻറ്റ് വഴിയാണ് താഴോട്ട് ഇറങ്ങേണ്ടത്. ചാടയാണ് ഗൈസ്. ചാടി. അയ്യോ ചാടിയില്ലേ. ഗൈസ് ചാടാൻ പോയാണ്. ചാടി. ഓക്കെ, വലിയ ഡാമേജ് വന്നിട്ടില്ല. ഗൈസ് നമുക്ക് പിന്നെ അയൺ കിട്ടിയിട്ടുണ്ട്. ഇവിടെ ടോർച്ചൊന്നും വയ്ക്കണ്ട. നൈസിന് നമുക്കതങ്ങനെ എടുക്കാം. ഈ വെട്ടമൊക്കെ മതി, ഇനി ഫുള്ള് സീനാവും. സോ ഗൈസ്, നമ്മളൊരു ഹാർഡ് കോർ സീരീസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കമൻറ്റ് നിങ്ങളുടെ ഒരു താല്പര്യം കൂടെ അറിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് ഹാർഡ് കോർ സീരീസ് ഇത് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ സീരീസ് വേണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും. താഴോട്ട് പോവാം ഗൈസ്. നമ്മളിനി ഒരു ടോർച്ചേ ഉള്ളൂ. ടോർച്ച് കഴിഞ്ഞു ഗൈസ്. എന്ത് ചെയ്യും ഗൈസ്? ടോർച്ച് കഴിഞ്ഞു ഗൈസ്. ഇൻവെൻട്രിയിൽ ടോർച്ച് ഉണ്ടാക്കാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇല്ല. ഇനി വെളിയിൽ പോയി അതൊക്കെ എടുത്തിട്ട് വരുമ്പോൾ ഒരു നേരമാവും. ടോർച്ച് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മളുണ്ട്, പക്ഷേ സ്റ്റിക്കും ഇല്ല, ക്രാഫ്റ്റിംഗ് ടേബിളും ഇല്ല. തൽക്കാലം നമുക്ക് ഈ ടോർച്ച് അങ്ങ് പൊടിച്ചെടുക്കാം. നമുക്ക് നൈസിനങ്ങ് മേളിലോട്ട് പോവാം. ഫുള്ള് ഇരുട്ടാണ് ഗൈസ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. യെസ് ഗൈസ്, നമ്മൾ മേളിലോട്ട് കയറുന്ന ആ ഒരു വഴിയും കാലമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്.
ഓക്കെ ഗൈസ്, ഈ ഒരു ടോർച്ചും കൂടെ നമുക്ക് എടുക്കാം. നമ്മൾ ആ പഴയ സ്ഥലത്തെത്തി. ഇനി ഇവിടെ നിന്ന് മേളിൽ കയറണം. സോംബി വരുന്നു ഗൈസ്, നമുക്കിത് വേഗം അടയ്ക്കാം. ഓ ഗൈസ്, പെട്ട് ഇതിലെ കൂടെ ഇറങ്ങി വരുമോ? ഇവിടെയും കൂടെ അടച്ചു വെച്ചേക്കാം. ജസ്റ്റ് മിസ് ഗൈസ്, വാപ്പ നമ്മളെ കൊന്നാനെ. ഓ ലാവ തള്ളിയിട്, ചാവട. ഒരു അടുത്തതും വന്നു ഗൈസ്. ചാവട. ഒരുത്തൻ ചത്തിട്ടുണ്ട്. ഓ എന്താ ഓ ഗൈസ്, നമുക്ക് ഡാമേജ് കിട്ടി. അവൻ ചത്ത്. നൈസിന് നമുക്ക് വെളിയിറങ്ങി പൊട്ടിച്ച് വെളിയിറങ്ങിയിട്ടുണ്ട്. യെസ് ഗൈസ്, ഇവിടെ കുറച്ച് അയൺ ഇരിക്കും. നമുക്കിത് മാന്തി എടുക്കാം. അതിനുമ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്, പ്ലീസ് ഗൈസ്. മാക്സിമം താഴോട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. മാക്സിമം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഇവിടെ തോനെ അയണുണ്ട് ഗൈസ്. നമുക്ക് നൈസിനെല്ലാം വാരിയെടുക്കുന്നത്. ഫുൾ ഇരുട്ടാണ് ഗൈസ്, ഒന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി ടോർച്ചൊക്കെ എടുത്തുകൊണ്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഈ താഴോട്ട് ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങും. ഓ ഗൈസ് ഏട്ടാ, ഇവിടെ കുറേ എനിമീസ് ഉണ്ട് ഗൈസ്. ക്രീപ്പർ അങ്ങനത്തെ ഒരുപാട് എനിമീസ് ഉണ്ട് ഇവിടെ. സോംബി, എൻഡർമാൻ. പൊട്ടല്ലേ. അയ്യോ ഡെസ്, ഇപ്പം ഡാമേജ് ചെറുതായിട്ട് അടിച്ചിട്ടുള്ളൂ. ഇനി ചാവുമെന്നൊന്നും പറയാൻ കഴിയത്തില്ല. ഇടത്തിനൊക്കെ നമുക്ക് അവനെയൊക്കെ കൊല്ലണം ഗൈസ്. ഇതിനൊക്കെ പെട്ടെന്ന് കൊല്ലണം. ആരുമില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ ഗൈസ്, നമ്മൾ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഗോൾഡ് ഇരിക്കുന്നത് മൈൻഡ് ചെയ്യാം. നമുക്കിവിടെ റെസ്റ്റോൺ ഉണ്ട്, ഇതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യാം. അയ്യോ, ഈ റെസ്റ്റോൺ പോയപ്പോൾ നമ്മൾ ആ വെട്ടവും പോയി. താഴോട്ട് പോവാം. ഇവിടെ ലാവയും ഡയമണ്ടൊക്കെ കാണാൻ എനിക്ക് കൊള്ളായിരുന്നു. ഇവിടെ വെള്ളമൊക്കെ പോകണം ഗൈസ്. ഇവിടെ നമ്മളെ ടോർച്ചൊക്കെ തീരാറായിട്ടുണ്ട്. നമ്മളെ ഹെൽത്തും കുറവാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോകുമ്പോൾ എനിമീസ് കാണുമെന്നാണ് എനിക്ക്. ഓ ഗൈസ്, ചത്ത്. സോറി ഗൈസ്, ചത്ത റെക്കോർഡായില്ല. ഫൈനലി നമ്മളിതാ തിരിച്ച് ഏതോ വില്ലേജിൽ തന്നെ എത്തിയിട്ടുണ്ട്. സോറി ഗൈസ്, നമ്മൾ ഫൈനലി ചത്തായ റെക്കോർഡായില്ല. അതായത് കുറേ എനിമീസ് അവിടെ താഴെ ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ നമ്മളെ കൂട്ടം ചേർന്ന് കൊന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പാർട്ട് 2. ഇനി നമുക്ക് ഒന്നും കൂടെ കേവിലോട്ട് പോകാൻ വയ്യ. അതായത് ഇത് ഒന്നാമത് ലോങ് ആയിപ്പോയി വീഡിയോ. 8-9 മിനിറ്റ് കൂടുതലായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആണെന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പാർട്ട് 4 നാളെ ഇരുന്നായിരിക്കും. അതിൽ നമ്മൾ ഉറപ്പായിട്ട് ആ കേവിൽ പോയി നമ്മളെ സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിച്ച് നാളത്തെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കും. നാളെ ഞാൻ രാവിലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിരിക്കും. അപ്പോൾ ബൈ.